റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, അദ്ദേഹം ഒരു ഡോക്ടറാണ്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ ഐസിയുവിനകത്താണ് വിഷയങ്ങളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന മനുഷ്യൻ നിരീശ്വരവാദി, ദൈവമുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തൻ്റെ തിയേറ്റർ അനുഭവത്തിനകത്തുനിന്ന്, തൻ്റെ ICU അനുഭവത്തിനകത്തുനിന്ന് ഒത്തിരി പേരുടെ മരണത്തിന് ഈ മനുഷ്യൻ സാക്ഷ്യം വഹിച്ചു. എന്നാൽ മരണത്തിൽ അവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പലരെയും ഈ മനുഷ്യൻ കണ്ടു. മരിച്ചു കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് ശേഷം ജീവൻ പ്രാപിക്കുന്ന ആൾക്കാർ, മരിച്ചതിന് ശേഷം സെക്കൻഡുകൾക്ക് ശേഷം തിരിച്ചു വരുന്ന ആൾക്കാർ, മരണത്തിന് ശേഷം ചില മിനിറ്റുകളോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ അടുത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള പലരെയും എന്ന് പറഞ്ഞ ഫിസിക്കൽ ഡെത്ത് ക്ലിയർ ചെയ്തതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പല ചരിത്രങ്ങളെ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വിശ്വപ്രസിദ്ധനായ ഒരു മനുഷ്യനാ. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു മനുഷ്യനാണ് റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യന്റെ ചരിത്രത്തിനകത്ത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന പലരുടെയും ചരിത്രത്തോട് ഈ മനുഷ്യൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. കാരണം ഇവർ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലർ വരുന്നത് ആർത്തലച്ച് കരഞ്ഞുകൊണ്ടാണ് പലരും വരുന്നത്. വല്ലാതെ നിലവിളി ഉയർത്തിക്കൊണ്ട്, മുഖമെല്ലാം ഭയത്തിന്റെ ഭാവത്തോടുകൂടെ വല്ലാതെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഇവർ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരിക. ചിലർ വല്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ മറ്റു ചിലർ തിരിച്ചു വന്നപ്പം അവർ മരിച്ചതിനേക്കാളും അവരുടെ മുഖം എന്തോ വെട്ടിത്തിളങ്ങുന്നത് പോലെ ഒരു കാഴ്ചയിൽ അവർ പലരും തിരിച്ചു വരുന്നു. അവരുടെ മുഖം വളരെ പുഞ്ചിരിയോടെ നിൽക്കുന്നു. അവർ ആ സന്തോഷപരമായ വാക്കുകൾ പറയുന്നു. ഇദ്ദേഹം ഇതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി, ഇവരോട് ഓരോരുത്തരോടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് അവിടെ കിട്ടിയത്? അവരിൽ 1-2 പേർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തോ ഞങ്ങൾ ഉയർച്ചയിലേക്ക് പോയി, അവിടെ നിന്ന് താഴേക്ക് നിപതിക്കുന്നത് പോലെ, ഒരു കൂരിട്ടിനകത്തേക്ക്, ആഴത്തിലുള്ള കുഴികൾക്കകത്തേക്ക് ഇറങ്ങി വീഴുന്നത് പോലെ ഞങ്ങൾ താഴേക്ക് നിപതിക്കുക. ചുറ്റും ഞങ്ങൾ ആർത്ത അട്ടഹാസങ്ങൾ കേൾക്കുക. മനുഷ്യൻ ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന വാക്കുകൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുക. എന്തോ പൈശാചിക ശക്തികൾ ഞങ്ങൾക്ക് ചുറ്റും നിന്ന് ഭീഭത്സകമായി ഞങ്ങളെ നോക്കി ആ ഭയാനകമായി അവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. ഈ അനുഭവങ്ങൾ കണ്ട് അലറി വിളിച്ചാണ് പലരും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത്, ഞങ്ങളെന്തോ ഭയാനകമായ ഒരു അവസ്ഥയ്ക്ക് ഈ മരണത്തിനപ്പുറത്ത് സാക്ഷ്യം വഹിച്ചു. ഞാൻ ഈ പറയുന്ന സംഭവത്തെപ്പറ്റി കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിനകത്ത് റെയ്മണ്ട് മൂഡിയുടെ പുസ്തകമുണ്ട്. ഈ പുസ്തകം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വ്യക്തികളുടെയും ചരിത്രം പറഞ്ഞ് റെയ്മണ്ട് മൂഡി എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. താൻ നേരിട്ട് എൻകൗണ്ടർ ചെയ്തപ്പെട്ട അനുഭവങ്ങൾ ഈ മനുഷ്യൻ എഴുതി വെച്ചിട്ട് പറയുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു കൂട്ടത്തിന് സംഭവിച്ചു. പക്ഷെ മറ്റൊരു കൂട്ടങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ അതുവരെ കാണാത്ത ഒരു പ്രകാശത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ നയിക്കപ്പെട്ടു. അതുവരെ കാണാത്ത ഒരു പ്രകാശமான അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ചിറക് വിരിച്ച് നിൽക്കുന്ന ദൂത സഞ്ചയങ്ങളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് മുമ്പിൽ അസാധാരണമായ ഒരു മ്യൂസിക്കിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഏറ്റവും അസാധാരണമായ ഞങ്ങൾ ആയുസിൽ ഇന്നുവരെ കാണാത്ത ശബ്ദങ്ങൾ ഞങ്ങൾ അതിനകത്ത് കേട്ടു. അവർ ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല. പക്ഷേ ഏതോ ഒരു നിമിഷം അവർ തിരിച്ച ജീവിതത്തിലേക്ക് വരിക. അവരുടെ മുഖത്തെ പ്രസരിപ്പുണ്ട്, മുഖത്തെ സന്തോഷമുണ്ട്. ഈ മനുഷ്യൻ ഏറ്റവും അവസാനം, നിരീശ്വരവാദിയായ മനുഷ്യൻ അവസാനം എഴുതിയ പുസ്തകത്തിനകത്ത് റെയ്മണ്ട് മൂഡി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതമൊന്നും ഇവിടം കൊണ്ട് തീരത്തില്ല, ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എന്നിട്ട് റെയ്മണ്ട് മൂഡി എഴുതുന്ന ഒരു പദപ്രയോഗമുണ്ട്. ആ ജീവിതം അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ എന്തു ചെയ്യുന്നോ ഇതാണ് അടുത്ത ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്, അടുത്ത ജീവിതത്തെ സ്വാധീനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ഇവിടെ എന്തൊക്കെ ചെയ്തോ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ന്യായം പറയേണ്ടി വരുന്ന, കണക്ക് പറയേണ്ടി വരുന്ന, നിങ്ങൾ എണ്ണിപ്പറയേണ്ടി വരുന്ന ഒരു ദിവസം മുമ്പിൽ വരുന്നുണ്ടെന്നുള്ളത് ഒരു പരസ്യമായ സത്യമാണെന്ന് ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ കണക്ക് പറയേണ്ടി വരും, ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്ന പദപ്രയോഗം അതുപോലെ തന്നെ പറയാം. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണത്തിനപ്പുറത്ത് ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. അന്നൊരു പദപ്രയോഗം പറഞ്ഞു. ഇന്ന് രഹസ്യത്തിൽ പറയുന്നതൊക്കെ പരസ്യത്തിൽ കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നിങ്ങൾ രഹസ്യത്തിൽ ചെയ്തത് പലതും പരസ്യമായിട്ട് വെളിപ്പെട്ട് ദൈവത്തിന് മുമ്പാകെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. ന്യായവിധിയുടെ ദിവസം വരും. ന്യായാധിപതിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പൊ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. ഈ ചെയ്തതിനൊക്കെ ഒരു ശിക്ഷയുണ്ട്, ഇതിനൊക്കെ ന്യായവിധിയുണ്ട്. ഇത് എണ്ണിപ്പറഞ്ഞ് കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ, ഒരു ശിക്ഷയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ശിക്ഷ മാറുന്ന ഇടത്തേക്ക് എൻ്റെ കണ്ണുകൾ നോക്കുന്നത്.
അപ്പം ചെയ്ത തെറ്റിന് മുഴുവൻ ശിക്ഷയുണ്ട്. ചെയ്ത തെറ്റിന് പരിഹാരം അല്ലെങ്കിൽ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.